അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്നത് നമ്മുടെ ചപ്പാത്തി തവ, അതായത് അയണിൻ്റെ ഏത് തവ വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിക്ക് 5 മിനിറ്റിലൊന്ന് എണ്ണമയം മാറ്റിയെടുക്കാം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അധികം എണ്ണമയം ഇല്ല, എന്നാലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു 3-4 മാസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചില സമയത്തൊക്കെ ഇങ്ങനെ കട്ടിക്ക് എണ്ണ പിടിച്ചിട്ടുണ്ടാവും. അതൊക്കെ പോകാനായിട്ട് നിങ്ങൾ ഈ 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് 5 മിനിറ്റ് സമയവും കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തവ നല്ല നോൺ സ്റ്റിക്ക് പോലെ ആക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് നല്ല ചൂടായ തവയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് സോഡ പൗഡറാണ്, ബേക്കിംഗ് സോഡയാണ്. നമുക്ക് ഡേറ്റ് കഴിഞ്ഞ സോഡ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറേ ഉപയോഗങ്ങളുണ്ട് കേട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന സോഡ പൗഡറും എടുക്കാം. ഇപ്പോൾ ഇതൊക്കെ ഡേറ്റ് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ എടുത്ത് വയ്ക്കും ഇങ്ങനെ ഉപയോഗിക്കാനായിട്ട്. അത് ഇട്ട് കൊടുക്കുക. 2 മിനിറ്റിന് ശേഷം ഒരു ചെറുനാരങ്ങ പകുതി മുറിച്ചിട്ട് നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് അതിൻ്റെ ആ എണ്ണമയൊക്കെ ഇങ്ങനെ പൊന്തി വരും കേട്ടോ. കുറേ ഉണ്ടെങ്കിൽ നല്ലോണം അങ്ങനെ പതഞ്ഞ് വരും. കുറച്ച് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അധികം ഇങ്ങനെ പൊന്തി വരാത്തത്. അപ്പോൾ ഇങ്ങനെ ഒരു 5 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തവയിലെ എണ്ണമയം മുഴുവനും ഇളകി വരും കേട്ടോ. സൈഡിൽ അധികം നടുഭാഗത്താണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാസ് നടുവിലാണല്ലോ അധികം കത്തുക. അപ്പോൾ ആ സൈഡിലാണ് അധികം ഇങ്ങനെ കട്ടിക്ക് എണ്ണ ഇങ്ങനെ മയം ഉണ്ടാവുക. പിന്നെ അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുരണ്ടി എടുക്കേണ്ട, അതിന് വരെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അത് മുഴുവനും ഇളകി വരും. ഇപ്പോൾ ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ നന്നായിട്ട് ചെറുനാരങ്ങ വെച്ച് എല്ലാ സൈഡും ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തെ എണ്ണമയോ ഇങ്ങനെ പോന്നു കിട്ടും. അതിന് ശേഷം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡോ സോപ്പോ ഏതാണെന്ന് വെച്ചിട്ട് നമ്മൾ സ്ക്രബ് വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയെടുത്താൽ നമ്മുടെ തവ നോൺ സ്റ്റിക്ക് പോലെ ആയിത്തീരും. പിന്നെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്യരുത്, ദോശക്കല്ലും ചെയ്യരുത്. അതിന് വേറൊരു രീതി ഉണ്ട് കേട്ടോ, അത് വേറൊരു വീഡിയോയിൽ കാണിക്കുക. അയണിൻ്റെ ഏത് പാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാ സ്ക്രബ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുക. ആദ്യം വെറുതെ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പോ ലിക്വിഡ് ഏതാണെന്ന് വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് വെച്ച് ഉരച്ച് നന്നായിട്ടൊന്ന് കഴുകി കഴിഞ്ഞാൽ നമ്മുടെ തവ നന്നായിട്ട് വെട്ടി തിളങ്ങും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ മാറ്റം. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഉരച്ച് ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഉരച്ച് കഴുകണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കുക. അപ്പോൾ നമ്മുടെ തവയിലെ എണ്ണമയം മുഴുവൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പുകയാൻ തുടങ്ങും, എണ്ണമയം കൂടുതലായി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തെടുത്താൽ വളരെ നല്ലതാണ്. നമ്മുടെ അയൺ പാത്രങ്ങൾ ഏത് വേണമെങ്കിൽ ചീനച്ചട്ടി, പപ്പടം കാച്ചണ അയണിൻ്റെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. കുറേ ഇങ്ങനെ അടിക്കൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ മുഴുവനായിട്ട് മാറിക്കിട്ടും. വളരെ കുറച്ച് സമയം നമ്മൾ ചിലവാക്കണ്ടു. പക്ഷെ നല്ല കണ്ടോ അതിൻ്റെ മുഴുവൻ എണ്ണമയം പോയിട്ട് നന്നായിട്ട് വെട്ടി തിളങ്ങുന്നുണ്ട് കേട്ടോ നമ്മുടെ തവ. അതിപ്പോൾ ഞാൻ ചപ്പാത്തി മാത്രമേ ഇതിലും ഉണ്ടാക്കാറുള്ളൂ. ഇതുപോലെ തന്നെ നമ്മൾ വറുത്തിടുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല, കരണ്ടി പോലത്തെ അല്ലെങ്കിൽ എണ്ണയുടെ, നന്നായിട്ട് ഇതാ എല്ലാ സൈഡിലും പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലം ആയിരിക്കും ഇത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ വീഡിയോ ചീനീസ് കിച്ചൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതുപോലെ തന്നെ ഇതങ്ങനെ പപ്പടം കാച്ചണ്ടോ അല്ലെങ്കിൽ വറുത്തിടുന്ന പാത്രങ്ങളോ ഇതൊക്കെ ഞാൻ എപ്പോഴും ചെയ്യണം, കാരണം എൻ്റെ അധികം ഒട്ടി പിടിച്ചിട്ടില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. താങ്ക്